എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. കമലയുടെ മുന്നിൽ തോറ്റു പിന്മാറുവാണ് സുധാകരൻ മാഷ്. സുധാകരൻ മാഷിനോട് കമല പറഞ്ഞു, ഈ താലി എന്നൊക്കെ പറഞ്ഞ വെറും മണ്ടത്തരമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്റെ കഴുത്തിൽ കട്ടിയിരിക്കുന്ന ഈ താലി മാഷ് എല്ലാവരുടെ മുന്നിൽ വെച്ച് വലിച്ചു പൊട്ടിച്ചെറിയാൻ പറയാണ്. വീണ്ടും മാഷിനുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മാഷിനോട് പറഞ്ഞു, ആ കുട്ടിയുടെ കഴുത്തിൽ താലി ആർത്തി നമ്മുടെ മോനാ. ആ കുട്ടി താലിക്ക് അത്ര പവിത്രത കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ല സാധാരണ പെൺകുട്ടിയെ പോലെ താലിക്ക് വില കൊടുക്കാത്തവളാണെങ്കിൽ അത് വലിച്ചു പൊട്ടിച്ചു കളഞ്ഞ് അവൾ എന്നെ പോയനം. അവൾ അത്ര വലിയ വീട്ടിൽ വളർന്ന കുട്ടിയായിട്ട് പോലും അവള് ആ താലിക്ക് അത്ര വില കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവള് നല്ലൊരു കുട്ടിയാന്ന് വേണം കരുതാനായിട്ട്. അവള് കുടുംബത്തിൽ പിറന്ന കുട്ടിയാ. അവൾക്ക് ഭർത്താവിനോടും കുടുംബത്തോടും അവൾക്ക് എന്നൊരു മമത ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അത് വളരെ കുറവായിരിക്കും. പക്ഷേ നല്ലൊരു പെൺകുട്ടിയാ. ആ വന്ന് കയറിയ ഐശ്വര്യത്തെ നമ്മൾ തട്ടിത്തെറിപ്പിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മാഷ് പറഞ്ഞു, നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൗലം, പക്ഷെ ഒരു കാര്യമുണ്ട്. അവന്റെ സ്വഭാവം അറിയാലോ. ഇത്രയും പഠിച്ച് പാസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊരു ജോലിയില്ല, ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്. അവളെപ്പോലെ ഒരു നല്ല കുട്ടി ഒരിക്കലും ചേരുവോ? അവരുടെ ബന്ധം ഒരിക്കലും ശാശ്വതമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ മാഷേ അവളാണെങ്കിലോ ഇനിയിപ്പോ അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ പോന്നെ, അവനെ നേർവഴിക്ക് നയിക്കാനാണോ അവള് വന്നേന്ന് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിന്റെ കൈകളിലല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഒരിക്കലും എന്നെ കൈവിടരുന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരു പക്ഷേങ്കില് അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് അവൾക്ക് സാധിച്ചേക്കൂന്ന് പറയണം. മാഷ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞേ. അങ്ങനെ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ എന്തേലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കണ്ണീരും കൈയുമായിട്ട് നീ എന്റെ മുന്നിലേക്ക് വന്ന് നിന്നേക്കരുത്. അറിയാലോ വിക്രത്തിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും കമല പറഞ്ഞു, അതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ അവരുടെ ജീവിതം ആ പെൺകുട്ടിയായിട്ട് സ്വയം തീരുമാനിച്ചെടുത്താണ്. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയാണ്. ആ സമയം വേദ രാവിലെ കണ്ണൂർന്ന് എഴുന്നേക്കോ. രാത്രി കൊതുക് ശല്യം കാണാൻ ശരിക്കൊന്നും കിടന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേദ എഴുന്നേറ്റ് കണ്ണു തിരുമ്പി നേരെ ബാത്റൂമിലേക്ക് ചെല്ലുവാണ്. ആ സമയം വിക്രം അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വേദയ്ക്കാണ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. വേദ പോയി കഥയെ പോയി മുട്ടുവാണ്. പെട്ടെന്ന് വിക്രം ചോദിച്ചു, ആരാ എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പം കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു വിക്രം. പെട്ടെന്ന് വേദ പറഞ്ഞു, ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. ആര് നീയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. തുറക്കാൻ പറയണം. അവസാനം കഥവ് തുറന്ന് പുറത്തേക്ക് തലയിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവനെ വിളിച്ച് വെള്ളിയിലേക്ക് ഇട്ടിട്ട് തള്ളിയിട്ടിട്ട് വേദ അകത്തേക്ക് അവിടെ കയറിപ്പോയി കഥവ് കുറ്റിയിട്ടു. ബാത്റൂമിന്റെ കഥവ് കുറ്റിയിട്ടുണ്ട്. നീ എന്ത് പരിപാടി ഈ കാണിച്ചെന്ന് നിൽക്കുക, നിനക്ക് കിട്ടിയതിനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. അതെ, ഇത്ര വിശാലമായിട്ട് രാവിലെ കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യൻ ഇവിടെ ബാത്റൂമിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴാ അങ്ങനെ ഒരു കുളിന്ന് പറയണം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യനെ സ്വസ്ഥത കളയാനായിട്ട് രാവിലെ എഴുന്നേറ്റ് വന്നേക്കും കുട്ടിപ്പിശാശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേദ എന്ത് ചെയ്യുക, ഹാളിലേക്ക് വരുവാണ്. അപ്പൊ വിക്രം അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വേദയെ കണ്ടപ്പോ ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ തന്നെ തമ്പടിക്കാൻ തീരുമാനിച്ചോ? ഇതേ ഇന്നലെ ഒന്നുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷേങ്കില്ല ഇനി അത് പറ്റില്ല. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പോയിക്കോണമെന്ന് പറയാ. ഇത് കേട്ടോ വേദ പറഞ്ഞു, എങ്ങോട്ട് പോകാനായിട്ട്? എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നേക്കല്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോണമെന്ന് പറയാം. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാനേ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ കാണും, ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ എന്റെ കഴുത്തേക്ക് കിട്ടിയ താലയല്ലേ ഇത്, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളാൻ പറയണം. ഓഹോ, എന്റെ വീട്ടിൽ വന്ന് എന്നോട് പോകാൻ പറയുന്നു, നീ ആള് കൊള്ളാലോ എന്ന് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ വേദ പറഞ്ഞു, എന്താ നീക്കെന്താ ഇറങ്ങിപ്പോകാൻ പറ്റില്ലെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ഞാൻ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നിന്നെ ഇവിടെ കണ്ടേക്കല്ല, ഇത്ര ദിവസത്തെ പോലെ അല്ല കേട്ടല്ലോ എന്ന് പറയാണ്. വേദ പറഞ്ഞു, ഓ അത്രയ്ക്ക് ധൈര്യമാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പിടിച്ച് ഇറക്കി വിട്ടാരെ, അതോടുകൂടി പ്രശ്നം തീരുള്ളൂ പറയണം. ഇപ്പൊ ഇറക്കി വിടാനാ? അതെ, ഒന്ന് പിടിച്ചു നോക്കാൻ പറയണം. അപ്പത്തേനും വിക്രത്തിനൊരു പേടി, ഇവിടെ ഇനി ഇങ്ങനെ എങ്ങാനും കയ്യാലെങ്ങാനും പോയി പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. പെട്ടെന്ന് വേദ അവിടെ ഇരുന്ന് ചായ ഗ്ലാസ്സിലേക്ക് നോക്കണം. വിക്രം പറഞ്ഞു, വേണ്ട ചായ എടുത്ത് മുഖത്തൊഴിക്കലെന്ന് പറയാണ്. വിക്രത്തിന് പേടിയാ, അവൾ അതല്ല അതിലപ്പുറം ചെയ്യുമെന്ന് മനസ്സിലായി. ഈ സമയം പത്മയുടെ അടുത്തേക്ക് മുത്തശ്ശി ചെല്ലുവാണ്. മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് വേദമോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവള് പോയിട്ട് ഒന്നും വിളിച്ചത് കൂടിയില്ല, അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് പോയാലെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ പത്മ പറഞ്ഞു, അങ്ങോട്ടതിനും പോയെന്നറിഞ്ഞാൽ ഇനി ഇപ്പൊ അത് മതി ശങ്കരേട്ടൻ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, വെറുതെ എന്തിനാ അമ്മേ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. എന്നാലും ഇത് കേട്ടൻ പത്മയ്ക്കും ഭയങ്കര ആഗ്രഹം, സ്വന്തം മോളല്ലേ, പെറ്റ വയറിലല്ലേ എന്റെ വേദന അറിയത്തുള്ളൂ പറഞ്ഞാല് അവസാനം പറഞ്ഞു. മുത്തശ്ശിയോട് പറഞ്ഞു, ശരി ആരോടും പറയണ്ട നമ്മൾ അവിടെ പോകുന്ന കാര്യം, നമുക്ക് പോവാന്ന് പറയാണ്. അങ്ങനെ അവര് ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. നേരെ വരുന്ന വേദനെ കാണാന് വീട്ടിലേക്കാണ് വരുന്നത്. ഈ സമയം വേദ അവിടെ അടുക്കളയില് ശ്രീജയോടൊപ്പം ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ വേദ അവിടെ ഒന്നും അടങ്ങിയൊന്നും ഇരിക്കുന്നില്ല, ശ്രീജയോടൊപ്പം ചേർന്നിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്.
പക്ഷെ നന്ദിതയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഇത്. പിന്നീട് ശ്രീജ പറഞ്ഞു, അതെ നീ അടുക്കള കയറി ജോലികളും ചെയ്യണ്ട, ഇതെങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ അത് മതി അച്ഛനും വരെ ചീത്ത പറയാനായിട്ട്. അച്ഛൻ ഇന്നലെ പറഞ്ഞു കേട്ടല്ലോ, ഒരു പെയിൻ ഗസ്റ്റിനെ പോലെ നീ ഇവിടെ നിന്നോട്ടെന്ന്. ഇനിയിപ്പം ഞാൻ നിന്നെ അടുക്കള കയറ്റിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? അതൊന്നും ഓർത്ത് ശ്രീ ചേച്ചി പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ആരും ചേച്ചിനെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. ആ കാര്യത്തിൽ ചേച്ചിക്ക് യാതൊരു പേടിയും വേണ്ടെന്ന് പറയാം. എന്നാലും മോളെ എനിക്കൊരു പേടി. സാരില്ലെന്ന് പറയണം. വിക്രം എന്ത് ചെയ്യാണ്? വിക്രം അപ്പത്തേനും രാവിലെ ഒരുങ്ങി കെട്ടി വിക്രം അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീട് വേദയിച്ചു, അല്ല എല്ലാ ദിവസവും വിക്രം ഇങ്ങനെ തന്നെയാണെന്ന് ചോദിക്കും. എങ്ങനെ? രാവിലെ ഇങ്ങോട്ട് പോയി വൈകുന്നേരം വരുന്നു. ഈ വിക്രത്തിന് ജോലിയൊന്നും ഇല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രീജ പറഞ്ഞു, ജോലിയോ? അവന് നല്ല വിദ്യാഭ്യാസം ഉള്ളവനാ, പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ ഇതുവരെയായിട്ടും ജോലിക്കൊന്നും പോയിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. എന്താ കാര്യം എന്നറിയത്തില്ല. അച്ഛനുമായിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അവനിലായിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ജോലി വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവന് ഗുണ്ടകളുടെ കൂടി ചേർന്ന് തല്ലുണ്ടാക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനിപ്പോൾ അവന് മൈൻഡ് ചെയ്യാറ് പോലുമില്ല. എപ്പോഴും അച്ഛനിപ്പോൾ അവന് ചീത്ത പറയാനും സമയമുള്ളെന്ന് പറയണം. അങ്ങനെ ശ്രീജ കുറെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും പുറത്തേക്ക് പോയ വിക്രം അങ്ങോട്ട് കയറി വരുവാണ്. വിക്രം അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീ ചേച്ചി, എന്താ നീ വന്നേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല ചേച്ചി എന്ന് പറയണം. അല്ല എന്തോ കാര്യമുണ്ടല്ലേ? ഒന്നുമില്ല എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദ അങ്ങ് ചെല്ലുവാണ്. വേദനെ കണ്ടതും ദേഷ്യം വന്നു വിക്രത്തിന്. വിക്രം എന്താ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണം. ഇവളുടെ തിരുമോന്ന കണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന കാര്യം പോലും സാധിക്കില്ല എന്നോർത്ത് വീണ്ടും അങ്ങോട്ട് പോവാണ്. അങ്ങനെ വിക്രം അങ്ങോട്ട് പോയ പറയാണ് വേദ ആ കാഴ്ച കാണുന്നത്. പടി കടന്നു വരുന്നേ പത്മത്തിനെയും മുത്തശ്ശനെയും കാണുന്നേ. അവരെ കണ്ടതും വേദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വേദ ഓടി ഇറങ്ങി ചെല്ലുവാണ്. പിന്നീട് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയാണ്. വാ മുത്തശ്ശി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പത്മ വീടിന്റെ അകമൊക്കെ നോക്കി. കാരണം അവിടെ വലിയ വീടാ, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പഴയ വീടാണ്. അതിൻ്റെതായ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. വേദയുടെ ബാഗും കാര്യങ്ങളൊക്കെ ആ ഹാളിൽ തന്നെ ഇരിക്കുന്നത്. പത്മ ചോദിച്ചു, എന്താ നിന്റെ ബാഗില്ലേ അത്? നീ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബാഗില്ലേന്ന് ചോദിക്കും. അതെ. ഓഹോ, അപ്പൊ നിന്റെ സ്ഥാനം ഈ ഹാളിലല്ലേന്ന് ചോദിക്കുക. നിനക്കെതിരായിട്ട് ഇവിടെ ഒരു മുറി പോലും കിട്ടിയില്ല അല്ലേ വേദേന്ന് ചോദിക്കുക. വേദ പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മേ ഞാന് നിനക്ക് എന്തിന്റെ കേടാന്റെ കുഞ്ഞെ? അറിയത്തില്ലാണ്ട് ചോദിക്കുക. ഇങ്ങനെ ഹാളിൽ വന്ന് വെറും തറയിൽ കിടക്കാനാണോ നിന്നെ അച്ഛനും അമ്മയും ഇത്രയും പഠിപ്പിച്ച ഇത്ര നിലയിലാക്കിയത്? ഒരു താലിച്ചരടിന്റെ പേരിൽ നീ സ്വയം ഇങ്ങനെ ഹോമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴേക്ക് ശ്രീജയൊക്കെ ഇറങ്ങി വരുവാണ്. കമല അങ്ങോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് കമല പറഞ്ഞു, വാ ഇരിക്കാനൊക്കെ പറയണം മുത്തശ്ശിയോട്. മുത്തശ്ശി അവിടെ ഇരുന്നു. പത്മ ചുറ്റുപാടും നോക്കണം. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളൊരു സ്ത്രീയല്ലേ? എന്റെ മകളെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ ഹാളിലാണ് കിടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു മര്യാദയും മാന്യതയൊക്കെ ഇല്ലേന്ന് ചോദിക്കും. നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. പെട്ടെന്ന് കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടലുണ്ടായി. വേദ പറഞ്ഞു, അമ്മേ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലേ. നമ്മൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ പോലെ ഇപ്പൊ പട്ടുമത്തേ കിടക്കണമെന്ന് വല്ല നിർബന്ധം ഉണ്ടോ നിൽക്കാം. എന്നാലും മോളെ നീ അവിടെ എങ്ങനെയാ കഴിഞ്ഞത്? എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുമ്പോ മുത്തശ്ശി പറഞ്ഞു, വേദമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ വേദ നേരം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി പറഞ്ഞു, അതെ എന്ത് വന്നാലും മോൾക്ക് ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മോൾ ഇവിടെ നിന്നാ മതി. ഇനിയിപ്പം മോളെ ആരും തടയാനായിട്ടൊന്നും പോകുന്നില്ല. അറിയാലോ, എന്ത് വിഷമം ഉണ്ടെങ്കിലും മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി. മോൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുത്തശ്ശിയുടെ ഒപ്പം പോരെന്ന് പറയണം. മുത്തശ്ശിക്ക് അത് കണ്ടപ്പോൾ വിഷമം വന്നു. കാരണം അവിടെ നല്ല രീതിയിൽ കിടന്നുറങ്ങുന്ന കുട്ടിയാ. നിലത്ത് വീഴുന്നുണ്ടോ ഒക്കെ തലമണയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കിടത്തുന്ന പോലും. രാത്രി കിടക്കുന്ന സമയത്ത് വേദ ബെഡിൽ നിലത്ത് വീഴാന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അങ്ങനെയുള്ള ഒരാളാണ് ഈ നിലത്ത് വെറും തലയില് ഒരു ബെഡ്ഷീറ്റ് മാത്രം വിരിച്ച് കിടക്കുന്നത്. അതൊക്കെ ഓർത്ത് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശി പറഞ്ഞു, മോളെ മുത്തശ്ശി മുമ്പ് പറഞ്ഞ പോലെ അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞേ. നിനക്ക് ഇവിടെ പറ്റിയില്ലെങ്കിൽ നീ പോരാൻ പറയണം. എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി, എനിക്ക് സന്തോഷമുള്ളെന്ന് പറയണം. ഇതേ അമ്മയുണ്ടല്ലോ, അമ്മ പാവാന്ന് പറയണം കമലേനെ കാണിച്ചിട്ട്. പിന്നീട് ശ്രീജനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സമയം പത്മ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇതെങ്ങാനും നിന്റെ അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ നിന്റെ അച്ഛന് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങോട്ട് പോകുന്ന നിന്റെ അച്ഛനൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ഒരു അമ്മയായതിനു ശേഷം നിന്റെ കുട്ടികൾ ഇങ്ങനെ കാണിക്കുമ്പോൾ മാത്രം നിനക്ക് അതിന്റെ വേദന മനസ്സിലാക്കുള്ളൂ. വേദ അല്ലെങ്കിൽ നിനക്കൊന്നും മനസ്സിലാവില്ലെന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ കണ്ണ് നിറഞ്ഞു വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ വേദ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.